കുട്ടിക്കാനം ചപ്പാത്ത് മലയോര ഹൈവേ യാത്രികരുടെ ജീവൻ അപഹരിക്കുന്നു. ചപ്പാത്ത് കുട്ടിക്കാനം മലയോര ഹൈവേയുടെ നിർമ്മാണത്തിലെ അപാകതയാണ് അപകടം വർദ്ധിക്കാൻ കാരണം. സുരക്ഷാ വേലിയില്ലാത്തതാണ് അപകടത്തിലേക്ക് വഴിവെക്കുന്നത്. മഞ്ഞും മഴയും യാത്ര ദുഷ്കരമാക്കുന്ന റോഡിൽ സുരക്ഷയില്ലായ്മയും തിരിച്ചടിയാവുകയാണ്. കുട്ടിക്കാനം ചപ്പാത്തും മലയോര ഹൈവേ യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കയറ്റവും ഇറക്കവും നിറഞ്ഞ റോഡിൽ പലയിടത്തും സുരക്ഷാ വേലികളില്ല. പല സ്ഥലങ്ങളിലും റിഫ്ലക്ടറുകൾ മാത്രം സ്ഥാപിച്ച് മലയോര ഹൈവേ നിർമ്മാതാക്കൾ തങ്ങളുടെ കടമ പൂർത്തിയാക്കി. മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഹൈവേയിൽ 7 പേർക്ക് ജീവൻ നഷ്ടമായി. ഇതിൽ 4 വാഹനങ്ങൾ റോഡിൽ നിന്നും താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. ഇതിൽ ഏറ്റവും അവസാനത്തേതാണ് ഇന്നുണ്ടായ അപകടം. അപകടത്തിൽ ഒരു ജീവൻ പൊലിയുകയും ചെയ്തു. സമീപവാസികളുടെ ഇടപെടൽ കാരണം കൂടുതൽ മരണമുണ്ടായില്ല. മഞ്ഞും തണുപ്പുമുള്ള പ്രദേശത്തു കൂടിയുള്ള പുലർച്ചെയുള്ള യാത്ര അപകടകരമാണ്. മറ്റു ജില്ലകളിൽ നിന്നും വരുന്നവർ കാലാവസ്ഥയുടെ മാറ്റം കാരണം ഉറക്കത്തിലേക്ക് വഴുതി വീഴാനും ഇടയാക്കും. ഇത് അപകടത്തിന് വഴിവെക്കുകയും ചെയ്യും. ഇന്ന് നടന്ന അപകടവും ഇത്തരത്തിലുള്ളതാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ ഏകദേശം 6:30 മണിക്കാണ് ഈ അപകടം നടന്നത്. നമുക്കൊരു ഈ ഭാഗത്തൊക്കെ ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മഞ്ഞൊക്കെ മൂടിക്കുന്ന ഒരു സമയമാണ്. ഈ ഡിവൈഡറിലൊക്കെ റിഫ്ലക്ടർ നല്ല രീതിയിൽ സ്ഥാപിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ളൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വണ്ടി പോയ സ്ഥലത്ത് റിഫ്ലക്ടറൊന്നും കാര്യമായ രീതിയിൽ വച്ചിട്ടില്ല. ഡിവൈഡറും റിഫ്ലക്ടറൊന്നും കാര്യമായ രീതിയിൽ വെക്കാത്തതിന് ഫലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ഒരാൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയെങ്കിലും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ റോഡ് നിർമ്മാണത്തിലെ അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന്. ഇതര ജില്ലയിൽ നിന്നും വരുന്നവർക്ക് കാലാവസ്ഥയും റോഡുകളെ അലൈൻമെന്റും സുരക്ഷാ സംവിധാനങ്ങളും തിരിച്ചറിയാൻ കഴിയാറില്ല. അതാണ് കൂടുതലും അപകടത്തിന് വഴിവെക്കുന്നത്. അപകടം നടന്നാൽ വേഗത്തിൽ പോലീസ് സ്ഥലത്തെത്തുന്നതും നാട്ടുകാരുടെ ഇടപെടലും കൊണ്ടാണ് മരണത്തിന്റെ തോത് കുറയുന്നത്. അടിയന്തരമായി സുരക്ഷാ വേലി വേണ്ട സ്ഥലങ്ങളിൽ സ്ഥാപിക്കുകയും മലയോര ഹൈവേയിലൂടെയുള്ള യാത്രയിൽ ജാഗ്രത പാലിക്കുകയും വേണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ.